നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അങ്കത്തെട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. BJP, LDF, UDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനാണ് BJP സ്ഥാനാർത്ഥി. നടൻ കരമന സുധീറാണ് മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ. ഒറ്റപ്പാലത്ത് PK ശശി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പക്ഷേ കൈപ്പത്തിക്ക് പകരം മറ്റൊരു ചിഹ്നത്തിൽ UDF സ്വതന്ത്രനായിട്ടാണ് മത്സരം. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം ശേഷിക്കെയാണ് സംസ്ഥാനത്ത് ഇടതു വലത് NDA മുന്നണികളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞത്. മൂന്നാം ഘട്ടത്തിൽ 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച BJP തങ്ങളുടെ 97 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടുവന്ന RS അരുൺ രാജിനെ ചടയമംഗലത്തും BS അനൂപിനെ ചിറയൻകീഴിലും സ്ഥാനാർത്ഥിയാക്കി. തിരുവനന്തപുരത്ത് നടൻ കരമന സുധീർ ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ LDFിലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. കാസർഗോഡ് ഷാനവാസ് പാദൂർ, താനൂരിൽ മുഹമ്മദ് സമീർ, വള്ളിക്കുന്ന് TP മുസ്തഫ എന്നിവരെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDFിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് CPM വിട്ട PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകിയില്ല. പകരം സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും ശശി ജനവിധി തേടുക. കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും PK ശശി വിസമ്മതിച്ചു. 140 മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളായതോടെ ഇനി ശേഷിക്കുന്ന 18 ദിനം സജീവ പ്രചാരണത്തിൻ്റെതാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവരങ്ങളുമായി രജിത് കുമാർ ഒപ്പം ചേരുകയാണ്. രജിത്ത്, സസ്പെൻസിന് വിട. തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം എന്തായാലും തെളിഞ്ഞിരിക്കുകയാണ്. അതോടെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയല്ലേ മുന്നണികളെല്ലാം? ശ്രീജ, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക, സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും തന്നെ ഒരു പ്രചരണ ചൂടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. 140 മണ്ഡലങ്ങളിലും 3 മുന്നണികളിലും ഇടത് വലത് NDA മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ ആയിരിക്കുന്നു. ഇന്ന് തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം കൂടി നടത്തിയിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ്. തിങ്കളാഴ്ച ഒരു ദിവസം കൂടി മാത്രമാണ് പത്രികാ സമർപ്പണത്തിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോടുകൂടി എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ച് പ്രചരണ പരിപാടികൾ സജീവമാകും. ഇന്ന് തന്നെ എല്ലാ മുന്നണികളിലും സ്ഥാനാർത്ഥികൾ കൃത്യമായി തന്നെ പ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടെ എല്ലാവരും തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വാഹന പ്രചരണ ജാഥയിലേക്ക് സ്ഥാനാർത്ഥികൾ വളരെ വേഗത്തിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇനി ആകെ 18 ദിവസം മാത്രമാണ് ഈ പ്രചരണത്തിന് മാത്രം അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആളുകൾക്കിടയിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രചരണ പരിപാടികൾക്കാണ്, വളരെ വേഗത്തിലുള്ള ഒരു പ്രചരണ പരിപാടികൾക്കാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധീർ കരമനയാണ്. തിരുവനന്തപുരം സെൻട്രൽ നോക്കുകയാണ്. സുധീർ കരമനയെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ BJP കരമന ജയനെയും സ്ഥാനാർത്ഥിയാക്കി രംഗത്തെത്തി. CP ജോണിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിൽ 3 മുന്നണികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റപ്പാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അത് UDFിന് പ്രധാനമായും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥികളില്ല. CPMൽ നിന്ന് വന്ന PK ശശിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകുന്നതിന് എതിർപ്പ് വന്ന സാഹചര്യത്തിൽ കൈപ്പത്തി ചിഹ്നം നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. എന്തുതന്നെയായാലും സംസ്ഥാനത്തുടനീളം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് പ്രഖ്യാപിച്ച് അവർ പ്രചരണത്തിലേക്ക് സജീവമായി കഴിഞ്ഞു. ഇനിയുള്ള 18 ദിനം വളരെ സജീവമായ ഒരു പ്രചരണ പരിപാടികളുടേത് ആയിരിക്കും. തീർച്ചയായും രജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ.